നമ്മുടെ ചില ബന്ധങ്ങളുണ്ടല്ലേക്കാ, നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ എല്ലാ ഇതിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചില ബന്ധങ്ങള് നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ചയോ നല്ല പ്രതിസന്ധി ഘട്ടമോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇട്ടിച്ചു പോകുന്നവരായിരിക്കും പല ആൾക്കാരും, അല്ലെ? നമ്മൾ അവരുടെ തലയിലാവോന്ന് കരുതിയിട്ടായിരിക്കും. അതെ, അവർക്ക് നമ്മളൊരു ബാധ്യത ആവോ എന്ന് കരുതി വഴിയിലിട്ട് പോകുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. എന്നാൽ നേരെ മറിച്ച് ചില ആൾക്കാരുണ്ട് അല്ലെ, നമ്മുടെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് താങ്ങായിട്ടും എന്താ പറയാ, നമുക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട്, അത് സാമ്പത്തികമായിട്ടല്ല, ചില വ്യക്തികൾ ആ പ്രതിസന്ധി ഘട്ടം വരുമ്പോഴായിരിക്കും നമ്മൾ ഒരുപക്ഷെ പരിചയപ്പെടുന്നത് പോലും, അല്ലേ? അതെ, അവര് തരുന്ന ചില എന്താ പറയാ, അവര് തരുന്ന മോട്ടിവേഷൻ, ചില എന്താ പറയാ, ഒന്ന് സംസാരം മതി, ഒരു പുഞ്ചിരി മതി നമുക്ക്. ഇല്ല, ആ ഒരു ഇതുകൊണ്ട് നമ്മുടെ ലൈഫിന് മാറും, അല്ലേക്കാ? ഇത്തരക്കാരൻ നമ്മുടെ ലൈഫിലും കൂട്ടിപ്പിടിച്ചേക്ക, അല്ലേ? മുന്നേ പറഞ്ഞ ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യാ? അവരങ്ങോട്ട് മറക്കണ്ട, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാ. ആൾക്കാരെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് തിരിച്ചും അതുപോലെ നിൽക്കുക, അല്ലെ? ഏത് ബന്ധാണെങ്കിലും. പിന്നെ വേറൊരു കാര്യം എടുക്കുക, നമ്മള് ഇനിയിപ്പോ ചില ആൾക്കാർ കാണാം, അവരെന്റെ കൂടെ ഉണ്ടായി അവരിപ്പോ ഒന്നും ഇതാവുന്നില്ല, അതിന് പേരിൽ ടെൻഷനായി നടക്കണം. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം നമ്മള് സ്നേഹമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അത് ചോദിച്ചു വാങ്ങരുത്, അല്ലെ? പരിഗണനയാണെങ്കിലും ഒരു നേരത്തെ ഫുഡാണെങ്കിൽ പോലും നമ്മൾ ചോദിച്ചു വാങ്ങരുത്, നമുക്ക് അറിഞ്ഞു തരുന്നത് മതി, അല്ലേ? പിന്നെ നമ്മുടെ സ്വയം ആ ഒരു അഭിമാനത്തെ നഷ്ടപ്പെടുത്തിയിട്ട് മറ്റുള്ളവര് കിട്ടണം അങ്ങനെയൊന്നും വാശി പിടിക്കണം. ചില സമയത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പോവാണെങ്കിലും അതൊരു ഈഗോ അല്ല, നമുക്ക് വേണ്ടി ജീവിക്കുക, അതൊരു ഈഗോ അല്ല, അത് നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റ് ആണ്. എല്ലാവർക്കും എന്താ പറയാ, നല്ല ബന്ധങ്ങൾ എന്നും നിലനിർത്തി കൊണ്ടുപോകാനും ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് തന്നെ ഉണ്ടാക്കാനും കഴിയട്ടെ, അല്ലെ? എന്നും എല്ലാവരുടെ ലൈഫും ഒരുപാട് നല്ല ബന്ധങ്ങൾ നിറഞ്ഞതാവട്ടെ. ആമേൻ.